അങ്ങനെ രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ ജോർജിയയിൽ. സമയം ഇപ്പോൾ 7:40. റെഡിയായി ജസ്റ്റ് ഒന്ന് സെറ്റാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴത്ത് പോവും. പോയി വന്നിട്ട് നമ്മുടെ തിങ്സൊക്കെ എടുത്ത് കണ്ട് വെളിയിലിറങ്ങും. നമ്മുടെ ടൂർ ഗൈഡ് വരും ഒരു 9:30. ഇപ്പോൾ സമയം ഏകദേശം 7:40. ഇപ്പോഴും നമ്മുടെയൊക്കെ ഏകദേശം 7:40 8 മണി പറഞ്ഞാൽ ദുബായിലൊക്കെ ആകുമ്പോൾ ഏകദേശം നേരം വെളുത്ത് കാണും. ഞങ്ങൾ ചില പുറത്തുള്ള വ്യൂ സ്റ്റിൽ നൈറ്റാണ്. ആക്ച്വലി ലൈറ്റുകളൊക്കെ ഓണാണ്. നൈറ്റാണ് ഇവിടെ. ഏകദേശം എനിക്ക് തോന്നുന്നു 9 മണിയാവും. കാരണം ഇന്നലെ ഏകദേശം ഒരു 9 മണി ആ ടൈമിലാണ് ഒരു നേരം ഇങ്ങനെ വെളുത്ത് തുടങ്ങിയത്. 9 മണി 9:30 ആ ടൈമിൽ. എന്തായാലും കൊള്ളാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വിശേഷങ്ങളായിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റാണിത്. ക്ലൈവ് അവിടെ നിന്ന് നല്ല രീതിയിൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടാൻ അവനെ കണ്ടിട്ടുള്ളൂ. ചെക്കനെല്ലാം കഴിച്ചെടുത്തിട്ട് ഉറങ്ങുക നടന്നിട്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 9:30. ഇവിടെ ശകലം ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് മഴ എന്ന് പറയാൻ പറ്റില്ല, മഞ്ഞ് ചെറുതായിട്ട് പൊഴിഞ്ഞുകൊണ്ട് റോഡൊക്കെ നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങി അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഉണ്ടോ ബിൽഡിങ് നിൽക്കണുണ്ടോ? ഡീപ്പായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലുണ്ടോ ഇവിടെയൊക്കെ ഇപ്പം ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചെറിയ രീതിയിൽ മഞ്ഞ് പുഴയുണ്ട്. എന്ത് ഡീപ്പായിട്ട് നിൽക്കണ അറിയും. കാണുമ്പോൾ പേടിയുള്ള സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സമ്മതിക്കണം വരെ. ഇപ്പോൾ വണ്ടിയിലുള്ളിൽ തണുപ്പില്ല, പക്ഷെ പുറത്തിറങ്ങി നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ ഈ മഞ്ഞ് പുഴയും ചെറിയ ലൈറ്റ് മഴയുണ്ട്. മഴ മഞ്ഞ് രണ്ടും പാടെ സെയിം ടൈമിൽ. പക്ഷെ കാണുമ്പോൾ മഴയിട്ടൊന്നും കാണില്ല, മഞ്ഞ് പൊഴിയാനായിട്ട് കാണും. പക്ഷെ നനഞ്ഞ് കിടക്കുന്ന നോക്കുമ്പോൾ മഴ പെയ്ത പോലെ അറിയാൻ പറ്റില്ല മഴയാണോ മഞ്ഞാണോ എന്തൊരു ആയിക്കോട്ടെ. അപ്പോൾ കുറച്ച് തണുപ്പ് കുറവുണ്ട് പുറത്തിറങ്ങിയപ്പോൾ. നമ്മൾ പോണ ലൊക്കേഷൻ എങ്ങനെ അറിയില്ല, തണുപ്പുണ്ടോ ഇല്ലേ എന്നല്ലേ. നോക്കാം. ക്ലൈവ് കൂട്ട ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ, ക്ലൈവ് ബിന്ദു. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് ഓൺ ദ വേ സെറ്റാക്കാം. നല്ല വിഷ്വലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ക്യാപ്ചർ ചെയ്യുക. ഞാൻ അവിടെ എത്തിയിട്ട് നോക്കാം എങ്ങനെയെന്നല്ല. നമ്മളും ആദ്യമായിട്ടില്ല ഇവിടെ, നമുക്ക് എങ്ങോട്ടാ എന്തൊക്കെയെന്നൊരു ഒരു ഐഡിയ ഇല്ല. നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ഇവിടുത്തെ ഒരു പെട്രോൾ ബങ്കാട്ട് കാണുന്നത്. വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ. നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ അത്ര പഠിപ്പല്ല കേട്ടോ, നല്ല ചവിട്ടുണ്ട്. വലിയൊരു ഡബിൾ ഡെക്കർ ബസ്സൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തട്ടുമായിരിക്കും, പറയാൻ പറ്റില്ല. മഞ്ഞ് നല്ല പൊഴിയുണ്ട്, പക്ഷെ നമുക്ക് മഞ്ഞാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മഴ പോലെയാണ്, നല്ല നനയുണ്ട്. മഴ പോലെയാണ് പെയ്യണത്. മഴ എന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ. പക്ഷേ മഞ്ഞും കാണാൻ ഇതിനിടയ്ക്ക് മഴത്തുള്ളി പോലെ കണ്ടപ്പോൾ പറയാൻ പറ്റുന്നില്ല. ഇത് കണ്ട ഈ ബിൽഡിംഗ് ഉണ്ട്, അത് ഭയങ്കര രസമായിട്ട്. അതിൻ്റെ ഒരു സ്ട്രക്ചർ വേറെ ഷേപ്പിലാണ്. അതിൻ്റെ ഒരു 8 പോലെയാണ് ഇതിൻ്റെ ഷേപ്പ്. മാപ്പിലെടുത്ത് നോക്കി കാണാൻ പറ്റും ഇതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ടോപ്പ് വ്യൂ. ഇങ്ങനെ കാണുമ്പോൾ ഈ കഴിഞ്ഞു പോയത് സിവിൽ ഡിഫൻസിൻ്റെ ഓഫീസാണ് കേട്ടോ. ഒരുപാട് പോലീസ് വെഹിക്കിൾസ് കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം. വണ്ടിയിൽ ഫുള്ള് ആളായിട്ടില്ല കേട്ടോ, കുറച്ച് പേരും കൂടി വരാണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞവർ കുറച്ച് ടീം എത്താണ്ട്. അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ നിർത്തിയിട്ട് അവരെങ്കിലും കയറ്റിയിട്ട് പോകുള്ളൂ. നോക്കാം, നമുക്ക് വണ്ടി സ്ലോ ആക്കിയിട്ടുണ്ട്. കുറേ ഇവിടെ നിന്നായിരിക്കാം ആൾക്കാർ കയറുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. നമുക്ക് വഴി ഓരോ കാര്യങ്ങളിങ്ങനെ കണ്ടങ്ങനെ പോകാം.
We are Christians, but we are Orthodox Christians, and this is one of the biggest groups in the world of Christianity, alongside with the Roman Catholics. But we have the common things, what we believe in the same way, and we have also the differences in our. റെയിൽ പാളങ്ങളുടെ സംഭവം രണ്ട് സൈഡിലുണ്ട് കേട്ടോ. റെയിൽ പാളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ നമ്മളത് കാണാനായിട്ടാണ്, എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലത്തെ ചെടിയുടെ നമ്മളല്ല. അങ്ങനെയല്ല, അവർ ഇവിടുത്തെ പമ്പിൽ ഇവിടുത്തെയാണ് ദുബായിലാണ് പെട്രോൾ പമ്പിനകത്തൊക്കെ ഒരു ഗ്രോസറി സെറ്റപ്പ് ഉണ്ടാവാറുണ്ട്. വാഷ്റൂമും കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല, അടിപൊളിയാണ്. കണ്ടിട്ട് നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. മഞ്ഞ് പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? ഈ കാണുന്നൊക്കെ ഈ ചെടികളുടെ മേലെ കണ്ട വെള്ള മഞ്ഞ് പൊഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് മഞ്ഞായിരുന്നു സത്യത്തിൽ. ഇപ്പോൾ നനവില്ല, അങ്ങനെ മഞ്ഞ് അതിങ്ങനെ പൊഴിഞ്ഞു തുടങ്ങി. ചെറിയ ലൈറ്റായിരുന്നു, പക്ഷേ നമ്മൾ പ്ലേസിൽ കയറിയ ടൈമിൽ നല്ല നനവുണ്ട്. മഞ്ഞ് പൊഴിഞ്ഞ് കിടക്കാട്ടാ, വേറെ ലെവല്. കൊള്ളാം, പൊളിസാണ്. വേറെ ലെവലല്ല, സെയിം ലെവലിൽ തന്നെ മഞ്ഞ് വീഴുന്നത്. എൻ്റെ പൊന്നടാവേ, നീ ഇതുവരെ നിർത്തിയില്ലേ? ഞാൻ കരുതി കുറച്ചവിടെ മാറി നിന്നപ്പോൾ നന്നാവും കരുതി. ഒരു മാറ്റല്ലേ? പക്ഷെ അതൊന്നുമല്ല. നെക്സ്റ്റ് നാളെ ടൈം ഒരു പ്രശ്നമല്ലേ വണ്ടി എടുക്കാൻ? കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. നമ്മൾ പിന്നെ ഉറക്കല്ല.
നമ്മുടെ ഇരട്ടിയെന്ന് കേട്ടെ, ഞാൻ എനിക്കറിയാൻ കേട്ടോ. അവസ്ഥ പറ്റല്ലേ പൊളിയില്ലേ? രതീഷ് കൊള്ളാലോ. പുറത്തൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും കോമഡി. ഇവിടെയാണ് ഇവർ ട്രഡീഷണൽ ആയിട്ടും ഉണ്ടാക്കുന്ന ഒരു അവിടെ വണ്ടി നോട്ടം കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ This place is called torne. This layer is made of the clay, and down there is the coal. Fire is set here since early morning, and it is enough up to 100 breads per day to bake here. So ingredients here we have the salty water, flour which is made out of the wheat and yeast to fluff up the dough. Once she sticks the dough on the wall of it, it will be baked in approximately 10 minutes. And it will be like that in the what we have on the shelves. Outside you can also taste some cheese. If you would like to get fresh bread, we can wait. It's like 10 minutes with meat. So if somebody wants to taste the cheese outside, there is the option. മഞ്ഞ് വീണത് കണ്ട. So, would you like to taste some cheese here? Yes. ചെക്കൻ രാവിലെ പുക വിടാൻ തുടങ്ങി. എന്തല്ലേ വൈബല്ലേ? നിന്റെ പുറകിൽ ആൾക്കാരുണ്ട്, അതിന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കേടാണ്ടോ? സോറിടാ. അതൊക്കെ പറയൂ, അതൊക്കെ എഡിറ്റ് ചെയ്താൽ നമ്മളെല്ലാം എഡിറ്റ് ചെയ്തത്. എന്താ അവസ്ഥ? സെറ്റല്ലേ? വേറെ മൂടില്ലേ? മരങ്ങളുണ്ടോ? ഈശ്വ മഞ്ഞൊക്കെ പൊഴിഞ്ഞ് അടിപൊളി. വേറെ ലെവല്. കളിയാണ് കാണുന്നില്ല. ഔട്ടമൊക്കതായി ഞാൻ. ദൈവമേ, കഞ്ചാവ് വെച്ചാൽ മതിയായിരുന്നു, ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമില്ല, വെറുതെ പള്ളിക്കൊടുത്തു. അതെ, ഒരേ പൊളി. നല്ല തണുപ്പ്. പക്ഷേ തണുപ്പുണ്ടെങ്കിൽ അങ്ങനെ തണുപ്പ് ഫീലാണല്ലോ കേട്ടോ. കാരണം കാറ്റുണ്ടെങ്കിൽ നല്ല തണുപ്പ് ഫീലാവും. കാറ്റില്ലാത്തതുകൊണ്ട് അധികം തണുപ്പൊന്നും ഫീലാവണില്ല. വേറെ വൈബ്. ബ്രെഡ് കിട്ടി, ചെറിയ ബ്രെഡ് ആച്ചെന്നാണ്. എന്താ അവസ്ഥ? അല്ലേ അത് ചൂട് അതിൻ്റെ സോഫ്റ്റ്, പുറത്ത് നല്ല ക്രിസ്പി. വേറെ വൈബ്. തണുപ്പത്തിന് ചൂടുള്ള സാധനം കഴിക്കുമ്പോൾ വേറെ മൂഡ്. ചെറിയൊരു ബ്രെഡ് എടുത്ത് നമ്മൾ കൊള്ളാമല്ലോ. നമ്മുടെ തണുപ്പത്തിലാണ് ചൂടുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ വേറെ മൂഡ്. ഈ തണുപ്പത്ത് ചൂടുള്ളതിനെ കഴിക്കുമ്പോൾ വേറെ മൂഡ് ഇല്ലേ? ഇല്ല കളയും. ബ്രെഡ് ഇൻ സ്നോ. എടേ പട്ട കഴിക്കാൻ അതെ അതെ അതെ, എനിക്ക് ഇത്ര വേണ്ട, ഇത് കഴിക്കാനില്ല. രാവിലെ നല്ലോണം ബ്രെഡ് എടുക്കണം.
ഇവിടെയൊക്കെ വെച്ച് വെച്ചിട്ട് പോവാട്ടാ. കൈ ഉറച്ചിട്ട് വയ്യ, ഷെയ്ക്കുണ്ട്, ചുണ്ടൊക്കെ ഉണ്ട്, ആകെ ഡ്രൈ ആയി. നമ്മുടെ കൂടെ വന്ന പിള്ളേർ എല്ലാവരും ഉണ്ട്. ഡോഗ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും ഡോഗിൻ്റെ ചെവിയിലൊക്കെ ഇങ്ങനെ പഞ്ച് ചെയ്ത് കാണിക്കാണ്. വാക്സിൻ ചെയ്തതുകൊണ്ട് അല്ലേ, ഈ ചെവിയിൽ ഇങ്ങനെ ഒരു ഇത് ശ്രദ്ധിച്ചില്ല നീ? വാക്സിൻ ചെയ്തതുകൊണ്ട്. എന്തെങ്കിലുമൊക്കെ പറയടാ. നമ്മുടെ വാക്സിൻ ചെയ്ത് കുറേ ഡോഗ്സ് ഉണ്ട്. ഒരെണ്ണം ക്യാമറ പിടിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ ഡേട്ടി അല്ലാതെ ഒന്നും പറയില്ല, ഇങ്ങനെ അലമ്പ് വർത്താനം പറയാം. അതാണ് അലമ്പ് വർത്താനം ഒന്നും പറയില്ല കളിയാൻ. അലമ്പല്ലാതെ വേറെ ഒന്നും അവൻ്റെ വായനയില്ല. പട്ടിയാണ് ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് ഉണ്ടോ? ആ പട്ടി പല വേറെ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഈ പട്ടി കോവിഡ് പാണ്ട് കാര്യമില്ല, നന്നാവില്ല. ബ്രെഡ് വാങ്ങാൻ ഇതൊക്കെ ബ്രെഡ് വാങ്ങിയിട്ട് നാട്ടിൽ കൊടുക്കാൻ വേണ്ടി പിള്ളേർ കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം അപ്പം ഡ്രൈ ആവും, അത് ചൂടോടെ കഴിക്കുമ്പോൾ രസമുള്ളൂ. അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല. ചീസ് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങാം. എന്താ പറയുന്നത്, ചീസ് വാങ്ങണം അവിടുത്തെ? ചീസ് വേണ്ടല്ലേ, പോകുമ്പോഴത്തേനും അത് ആകെ കേട് വരും ചിലപ്പോൾ. ആണ് കേട് വരത്തില്ല, ചീസ് ഇനി പൊക്കിക്കൊണ്ട് പോകണ്ടേ. അതെ, വേറെ എന്തെങ്കിലും ഐറ്റംസ് കുടിക്കാം. ഇപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറാൻ തുടങ്ങി, നമുക്കും കയറാം. നല്ല രീതിയിൽ ഫോഗുണ്ട്, നല്ല രീതിയിൽ ഫോഗുണ്ട്. ആ വണ്ടി ഇപ്പോൾ ജസ്റ്റ് നല്ല ക്ലോസ് ആണ്, അത്രേ ഉള്ളൂ സ്പേസ്. മഞ്ഞളിങ്ങനെ ചവിട്ടുമ്പോൾ നമ്മൾ ഐസൊക്കെ കടിച്ച് മുറിച്ച് നിന്നാണ് ഫുഡ് കണ്ട. നമ്മളെ ബോട്ടിൻ്റെ മാർക്ക് കണ്ട. വേട്ടവാളിനോട് ഞാൻ പറഞ്ഞ വലിയ ആളെ പോലെ ഷൂട്ട് ഇറങ്ങിക്കണേ. ബൂട്ടാണല്ലേ ഇത്, ഞാൻ അറിഞ്ഞില്ല. കളിയാൻ സ്ലിപ്പാവുന്നുണ്ട്. വലിയ ആളെ പോലെ ഷൂ എടുത്ത് വന്നിട്ടുണ്ട്. വേറൊരു സ്നോബുർത്ത് കൊണ്ടുവന്ന ബാഗ്. അയ്യവ വണ്ടിയിലൊക്കെ ഉണ്ടോ മഞ്ഞ് മഞ്ഞ്. നേരത്തെ അടുത്തൊന്നും റെക്കോർഡ് ബട്ടൺ ഞെക്കിയില്ല. ചെക്കൻ്റെ മേത്തേക്കാക്കി. ഇന്നൊരു ഫോട്ടോ എടുത്ത്